ചേട്ടന്റെ കത്ത്. വെസിഞ്ഞോ പായസമാക്കാം. പ്രിയ ടിസിഎൽ കൂട്ടുകാരെ, അർജന്റീനയും കോപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം ആദ്യത്തോടുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമാണ്. ആ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ജനകോടികളുടെ രോമാഞ്ചകരമായ കാൽപന്തുകളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5 ലക്ഷത്തിലധികം ഷോട്ടുകളാണ്. കരിങ്കൽ ഭിത്തിയിലിടിച്ച് തെറിക്കുന്നതുപോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ധരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തൊള്ള ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമാർ ജോസോ ഏവറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്നു ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന് അർത്ഥം വരുന്ന വെസിഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കോപ്പ് വെർദെയും രാജ്യത്തിലെ സാവ വിസന്റ് ദ്വീപിൽ അതിദരിദ്രനായ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിൻ്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഗൗഗീത പേരാക്കി മാറ്റിയ വെസിഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അങ്ങാട്ടത്ത അഭിനിവേശം മൂലം കളിക്കളം കിട്ടാപ്പടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട വെസിഞ്ഞോയാണിത്. കാൽപന്തുകളിലൂടെ വൈഭവം പദങ്ങളിൽ തുടുത്തുടുത്തപ്പോഴും ഉപജീവനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലിപ്പണിയെടുത്ത വെസിഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിനു മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി മൾട്ടോവ, സൈപ്രസ്, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചകരമായ സൂപ്പർ ഗോൾ കീപ്പർ വെസിഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വെസിഞ്ഞോ എന്ന കാൽപന്തുകളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സിയുൾപ്പെടെയുള്ള ലോകതാരങ്ങളുടെ ചട്ടുള്ളിപ്പന്തു കളിയുന്ന അല്ലേ
കളിക്കളത്തിൽ അയാൾ സഹസ്രാബ്ദം ഗോൾ മുഖത്ത് മിഴിപൊട്ടാത്തെന്ന് നനവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിസരത്തിന്റെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളെ തട്ടി മാറ്റിയിട്ടുണ്ട്. ഗൗമരത്തിൽ കളിക്കളത്തിലെ കുളൻവിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ദൈവത്തെപ്പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ചു കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസപ്പേരുകൊണ്ടയാൾ തന്റെ ജീവിത മധുരത്തിന്റെ പായസമുണ്ടാക്കി തന്നെ തളർത്താനും പരാജയപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തന്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിശ്രമത്തിനും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിയിറക്കാൻ നിങ്ങൾക്കു കഴിയും. ഗാലറികളിൽ ഇരുന്നു കമന്റടിക്കുന്നവർ മൈനാങ്ങി കളിക്കുന്നവരല്ല, മേയനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്നറിയുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമായുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ്റെ.